Bye. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറെ നാളായില്ലേ ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. സമയക്കുറവും തന്നെയല്ല, വീഡിയോ എടുക്കാൻ പറ്റാത്തതും, എത്ര വീഡിയോ എടുത്താലും കംപ്ലീറ്റ് ആക്കാൻ പറ്റാറില്ലേ, അതൊക്കെയാണ് റീസൺ. അപ്പൊ ഇന്ന് ഞാൻ കുറച്ച് വീട്ടുവിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഇവിടെ വിന്റർ നല്ല കാര്യമായിട്ടുണ്ട് കേട്ടോ, നല്ല തണുപ്പാണ്. അതുകൊണ്ട് തന്നെ ചപ്പാത്തിയാണ് മെയിനായിട്ട് ഭക്ഷണം. അപ്പൊ മോൻ ഇവിടെ രാവിലെ കോളേജിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. ആളവിടെ ഡ്രോയിങ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളുടെ സബ്ജക്റ്റ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ BFA, അതായത് ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സ് ആണ്. ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് തന്നെ നല്ല വർക്ക് ലോഡ് ഉണ്ട്. നമ്മുടെ ഫ്ലാറ്റിലുള്ള അസൗകര്യം മൂലം ഇങ്ങനെ ബെഡിന്റെ മുകളിലൊക്കെയാണ് ഇരുന്ന് വരയ്ക്കണത്. അപ്പം അതുകൊണ്ട് ആൾ കോളേജിൽ പോയി കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ ക്ലീനിങ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ അവന്റെ സാധനങ്ങളും ഡ്രോയിങ് സാമഗ്രികളൊക്കെ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് ബെഡിൽ. അപ്പൊ ഇതൊന്നും വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. ആള് രാത്രി കുറെ ലേറ്റ് ആയിട്ടാണ് ഇരുന്ന് വരയ്ക്കണത്. എന്താ വെച്ചാൽ സമയം തീരെ കിട്ടില്ല. 6:30-7 മണിയാവും രാത്രി വരുമ്പോ. പിന്നെ നല്ല വിന്ററും. അവർക്ക് ക്ലാസ് തുടങ്ങാൻ തന്നെ ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് തന്നെ ഈ CUT പോലത്തെ എൻട്രൻസ് ഒക്കെ കഴിഞ്ഞ് ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് ലേറ്റായി. അതും ഒരു റീസൺ ആണ്. അപ്പൊ ഞാൻ വെച്ചാൽ അവന് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ കൊണ്ടുപോകണം, കഴിക്കണം. അതുപോലെ അതിന് വേണ്ടിയിട്ടുള്ള അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആലു ഫ്രൈ, അതാണ് ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത്. ആലു ഫ്രൈയും പിന്നെ ചപ്പാത്തിയും. ഇപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ സീസണാണ്. അതായത് പുതിയ ഉരുളക്കിഴങ്ങ് എല്ലാ കാലവും കിട്ടിയെങ്കിലും ഇപ്പോൾ വരണ ഉരുളക്കിഴങ്ങ് പുതിയ ഉരുളക്കിഴങ്ങാണ്. തോലൊക്കെ പെട്ടെന്ന് പോവും. അതുകൊണ്ട് ഞാൻ നല്ല വലിപ്പത്തിലുള്ള വലിയൊരു 2-3 ഉരുളക്കിഴങ്ങ് എടുത്ത് അതിനെ ചെറിയ സ്ലൈസാക്കി കട്ട് ചെയ്തിട്ട് നമ്മുടെ അവിയിലേക്കൊക്കെ നുറുക്കുന്ന മാതിരി ചെറിയ ചെറിയ പീസാക്കുകയാണ്. നീളത്തിൽ പീസാക്കി ഫ്രൈ ചെയ്യാനും വിചാരിച്ചു. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് സബോള ഇട്ട് അതിനൊന്ന് വഴറ്റി, വേണമെങ്കിൽ വെളുത്തുള്ളിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെറിയ പീസാക്കി ഇട്ട് ഫ്രൈ ചെയ്യാണ്. നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ചപ്പാത്തിക്ക്. അപ്പോൾ ഇന്ന് വിചാരിച്ചു ആലു ഫ്രൈ ആക്കാം, അല്ലെങ്കിൽ ഫ്ലവർ സബ്ജി, അങ്ങനെ പല പല വെറൈറ്റിയാണ് ഉണ്ടാക്കാറ്. ഇന്നിപ്പോൾ ആലു ഫ്രൈ, കുറേ നാളായി ആലു ഫ്രൈ ഒക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ ചെറിയൊരു റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. സിമ്പിളായിട്ടൊരു ആലു ഫ്രൈ, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരൈറ്റാണത്. അപ്പോൾ നമ്മളിതിൽ മഞ്ഞൾപ്പൊടി, അതുമാതിരി മുളക് പൊടി, കുറച്ച് ഉപ്പ്, ഇതൊക്കെ ആഡ് ചെയ്യാൻ പോവാണ്. ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഞാൻ ഇവിടെ കുറച്ച് കാശ്മീരി മുളക് പൊടി കണ്ടിട്ട് ആഡ് ചെയ്യണം, അധികം എരിവ് ഇഷ്ടാനുസരണം കൂടിയോ കുറയോ ഒക്കെ ആവാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കണ്ടില്ലേ, ഇത് നമുക്ക് എന്ന് പറയുന്ന ഇന്ദുപ്പാണ്. ഞങ്ങൾ പതിവായിട്ട് ഇവിടെ ഇന്ദുപ്പാണ് ഉപയോഗിക്കുന്നത്. ഇന്ദുപ്പ് ഭയങ്കര കട്ടിയായിട്ട് ഞങ്ങൾ ഇപ്രാവശ്യം വാങ്ങി നോക്കിയതാണ് കേട്ടോ. എല്ലാ പ്രാവശ്യം അതിൻ്റെ പൊടിയാണ് വാങ്ങുക. ആ പൊടിയാകുമ്പോൾ അതിലെന്തോ കെമിക്കൽ ചേർക്കുന്നുണ്ട്, അതായത് പൊടിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഈ കഷ്ണം നമ്മൾ വാങ്ങി നോക്കിയപ്പോൾ ഞങ്ങൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ച് ഒരു കുപ്പിയിൽ വെള്ളത്തിലിട്ട് നമ്മൾ വെള്ളത്തിലലിച്ച് ആ വെള്ളം ഉപയോഗിക്കാമെന്ന് വെച്ചിട്ട്. പക്ഷെ നമുക്ക് ആ ഉപ്പിൻ്റെ പാകം കറക്റ്റായിട്ട് മനസ്സിലാവാതെ കാരണം ഇപ്രാവശ്യം ഞങ്ങൾ പൊടി തന്നെ വാങ്ങി. അങ്ങനെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് മസാല,
ഞാനിവിടെ കിച്ചൻ കിങ് പോലത്തെ ഒരു മസാലയാണ്, സബ്ജി മസാലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ സബ്ജി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ നോക്കാം. ചപ്പാത്തിയുടെ കല്ലിവിടെ റെഡി ആയിട്ടുണ്ട്, ചൂടായിരിക്കുന്നുണ്ട്. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാനാണ് പോണത്. ചപ്പാത്തിയൊന്നും പ്രത്യേകിച്ച് നിങ്ങൾക്കൊന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പം എല്ലാവരും ചപ്പാത്തി ഉണ്ടാക്കുന്നവരാണ്. കേരളത്തിലെ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ചപ്പാത്തിയിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പം ഞാനിവിടെ ചപ്പാത്തി ഉണ്ടാക്കുകയാണ്. ഇവിടെ ചപ്പാത്തിയൊക്കെ പരത്തി കഴിഞ്ഞു. ഇനി അതിൽ കുറച്ച് നെയ്യ് പുരട്ടണം. നെയ്യ് പുരട്ടി ഞാൻ കൊടുത്തേക്ക് കയറില്ല. കൊടുത്തേക്കുമ്പോൾ എന്താണെന്നുണ്ട്, ഇപ്പോൾ തണുപ്പാണ്, ഭയങ്കര തണുപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ നെയ്യ് അങ്ങോട്ട് ഉറച്ച് കട്ടിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചപ്പാത്തി ഭയങ്കര ഹാർഡാവും. അപ്പോൾ ചൂടാക്കിയാലേ അത് ലൂസാവുള്ളൂ, പിന്നെയും സോഫ്റ്റ് ആവുള്ളൂ. അതുകൊണ്ട് ഞാൻ കൊടുത്തേക്കുമ്പോൾ നെയ്യ് പുരട്ടാറില്ല. ഇപ്പോൾ ചുടുക്കനെ കഴിക്കാൻ വേണ്ടി കൊടുക്കുമ്പോൾ നെയ്യ് പുരട്ടിയിട്ട് കഴിക്കാൻ കൊടുക്കും. ഇപ്പോൾ ശരീരം ചൂടാവാനും നല്ലതാണ് നെയ്യ് എന്നാണ് പറയണത്. അപ്പോൾ നെയ്യ് വിൻ്ററിൽ അല്ലെങ്കിലും നെയ്യ് ചപ്പാത്തിക്ക് പുരട്ടി കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെ അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആലു ഫ്രൈ വിത്ത് ചപ്പാത്തി റെഡി. ഇനി കോളേജിലേക്ക് കൊണ്ടുപോകാനുള്ള പാക്കിംഗ് ആണ്. ഇപ്പോൾ അലുമിനിയം ഫോയിലാണ് ആദ്യമൊക്കെ ഉപയോഗിച്ചിരുന്നത് കേട്ടോ. ഇപ്പോൾ ബട്ടർ പേപ്പർ പോലത്തെ ഒരു പേപ്പർ ഐറ്റം വരുന്നുണ്ട്. അലുമിനിയം ഫോയിൽ കുറച്ച് അത് ദോഷം ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഇപ്പോഴത്തെ സ്റ്റഡീസ് പറയുന്ന കാരണം ഞാനും മെല്ലെ പേപ്പറിലേക്ക് മാറി. ഇപ്പോൾ ഇതൊരു എന്താ പറയുക, നമ്മുടെ ബട്ടർ പേപ്പർ പോലത്തെ ഒരു തരം പേപ്പർ ഇപ്പോൾ അവൈലബിൾ ആണ്. അതിലാണ് പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ വിൻ്റർ ആവുക കാരണം എന്നാലും തണുത്തിരിക്കും. കഴിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലഞ്ചൊക്കെ കഴിക്കുമ്പോഴേക്കും ആകെ തണുത്ത് ഫ്രീസാവും ഭക്ഷണമൊക്കെ. അപ്പം അങ്ങനെ ആള് കോളേജിലേക്ക് പോയി. വലിയൊരു പോർട്ട്ഫോളിയോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടാണ്, ഫയലൊക്കെ കൊണ്ട് പോകണം. അത് വല്ലാത്ത മെട്രോയിൽ നല്ല ബുദ്ധിമുട്ടാണ്, തിരക്കും സമയത്തൊക്കെ. ഇനി എൻ്റെ ക്ലീനിങ് പരിപാടിയിലേക്ക് ഞാൻ മെല്ലെ നീങ്ങുകയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ഇവിടുത്തെയൊക്കെ വീടിൻ്റെ പകുതി സ്പേസ് പോണത് ഈ വിൻ്ററിലെ തുണികൾ കാരണമാണ്. നമുക്ക് 6 മാസം ചൂടുള്ള തുണികളും, അതായത് കോട്ടൺ തുണികളും, 6 മാസം ഇതുപോലെ വിൻ്ററിനുള്ള തുണികളും ആയിട്ടാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് പകുതി ഈ തണുപ്പ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല. പിന്നെ അടുത്ത സീസണിൽ ഇതിൻ്റെ ഉപയോഗമുള്ളൂ. അത് കാരണം ഈ കമ്പിളി, പുതപ്പ് ഇതൊക്കെ വെക്കാനുള്ള സ്പേസ് എല്ലാം കൂടി 2 കുഞ്ഞ് റൂമുകളിൽ. ഇതാണ് ഇവിടുത്തെ ആൾക്കാരുടെ ഏറ്റവും വലിയ തലവേദന. നമുക്ക് ഇങ്ങനെ 2 സീസണിലേക്കുള്ള തുണികളാവുമ്പോൾ തന്നെ എക്സ്ട്രാ ആവും. അതൊരു വല്ലാത്തൊരു തലവേദന തന്നെയാണ്. അപ്പോൾ ഈ വിൻ്റർ കഴിയുന്നവരെ നമുക്ക് തുണി ഉണക്കാനും അതേമാതിരി എടുത്തു വെക്കാനുള്ള പ്രശ്നങ്ങൾ, എല്ലാവരും ജാക്കറ്റ്, കോട്ട് എല്ലാ സാധനവും വെളിയിലായിരിക്കും. ഇതൊക്കെ കാരണം റൂമും ആകെ അലങ്കോലപ്പെട്ടും അതുമാതിരി സ്പേസ് ഇല്ലാതെയും ഒക്കെ നമുക്ക് കിട്ടും. പോകാൻ പോയി കഴിഞ്ഞ് ഞാൻ കുറച്ച് ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. എൻ്റെ യോഗ മാറ്റ് ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട്. യോഗ ഇടയ്ക്ക് ചെയ്യും, ഇടയ്ക്ക് ചെയ്യില്ല. ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ ഗ്യാപ്പ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര മടിയാണ്. അപ്പോൾ അതൊക്കെയാണ്. ഞാൻ ഇവിടുന്ന് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ തുടങ്ങുകയാണ് എൻ്റെ ക്ലീനിങ്. എല്ലാ ദിവസവും ഇതെൻ്റെ പരിപാടി. എന്താ വെച്ചാൽ ആശാൻ പോയി കഴിഞ്ഞിട്ട് എനിക്കിവിടെയൊക്കെ ക്ലീൻ ചെയ്യാൻ നടക്കുള്ളൂ. ഇന്ന് എനിക്ക് ചെറിയൊരു മുടക്കമുണ്ട്, ലീവാണ്. അത് കാരണം ഞാൻ കുറച്ച് കാര്യമായിട്ട് ക്ലീൻ ചെയ്യാൻ പോവുകയാണെന്ന്. മുകളിൽ നിന്ന് ടൈൽസൊക്കെ ആകെ പൊടി. ഇവിടെ നിറച്ച് ഡസ്റ്റാണ് കേട്ടോ. ചെറിയ ഈ പൗഡർ പോലത്തെ ഡസ്റ്റ് എങ്ങനെ വരുന്നു എന്നറിയില്ല. എങ്ങനെ അതിലൊക്കെ അടച്ചിട്ടാലും ഉള്ളിലേക്ക് കയറി വരും. അപ്പോൾ ആ ഡസ്റ്റൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആ ടൈൽസൊക്കെ തുടച്ചെടുക്കണം. അപ്പോൾ അതൊക്കെയുള്ള പരിപാടിയാണെന്ന്. കാര്യമായിട്ട് ക്ലീനിങ് കഴിഞ്ഞിട്ടാവാന്ന് ഇരിച്ചു. അപ്പോൾ വല്ലപ്പോഴൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായി. ഈ പൊടിയെല്ലാം നമ്മൾ ശ്വസിക്കേണ്ടി വരില്ലേ.
അപ്പോൾ 1 മുതൽക്ക് നമ്മൾ തുടങ്ങുകയാണ്. ഇതാണ് ഞങ്ങളുടെ കൊച്ചു പൂജാമുറി. എൻ്റെ ടൈലറിങ് മെഷീൻ, മോൻ വരച്ച 2 ചിത്രങ്ങൾ, ഇതൊക്കെ ഞാൻ ഇനി അടുത്തൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ അവൻ വരച്ച 2 ചിത്രങ്ങളാണ്. ഇത് ഒരെണ്ണം ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരെണ്ണം ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് ടൈൽസ് ആവുക കാരണം എവിടെയും ആണി അടിച്ച് വെക്കാനോ ഒന്നിനുള്ള സൗകര്യം ഇല്ല. അതുകൊണ്ട് തന്നെ ഒക്കെ അവിടെയും ഇവിടെ ആയിട്ട് ഇരിക്കാനേ നിവൃത്തിയുള്ളൂ. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. ഈ വലിയ ടൈൽസിന്റെ ക്ലീനിങ്ങിലേക്ക് കിടക്കുകയാണ്. ഈ മോപ്പ് വളരെ ഉപകാരമുള്ള ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താ വെച്ചാൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഫ്ലാറ്റില് കട്ടില്, ബോക്സ് ടൈപ്പ് കട്ടില്, അതിന്റെ അടിയിലേക്കൊക്കെ നമ്മുടെ കൈയൊന്നും എത്തില്ല. അതിനൊക്കെ പറ്റിയൊരു ഐറ്റാണിത്. അപ്പൊ ഈ മോപ്പ് വെച്ചിട്ട് ഞാൻ ടൈൽസും മുകളിലൊക്കെ ഹൈറ്റിലുള്ള ഇതൊക്കെ തുടയ്ക്കാനും വാതിൽ തുടയ്ക്കാനും ഒക്കെ വളരെ ഉപകാരമുള്ള ഒരു ഐറ്റാണ് എന്തായാലും. അപ്പൊ എന്റെ ടൈൽസ് മുഴുവനും ഞാൻ തുടച്ചു. അങ്ങനെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എന്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നല്ലൊരു ഇഞ്ചി ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടും വരെ നന്ദി, നമസ്കാരം.